ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ, ശ്രേഷ്ഠമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം ചിന്തിച്ചു വരികയായിരുന്നു ചെങ്കടൽ വിഭാഗിച്ച അത്ഭുതം. അതെ, അന്ന് ചെങ്കടൽ ദൈവം വിഭാഗിച്ചുവെങ്കിൽ ഇന്നും നമ്മുടെ ഓരോരുത്തരെയും മുന്നിലുള്ളതായ ചില ചെങ്കടൽ പോലെയുള്ള തടസ്സങ്ങളെ വിഭാഗിക്കാൻ ദൈവത്തിന് കഴിയും. 355 കിലോമീറ്റർ വീതിയും 1600 അടി താഴ്ചയുമുള്ള ചെങ്കടൽ വിഭാഗിച്ച് ഇസ്രായേൽ ജനത്തെ ഉണങ്ങിയ നിലത്തുകൂടി നടത്തിയ ജീവനുള്ള ദൈവം, മകനെ, പ്രിയ മകളെ, നിൻ്റെ മുന്നിലുള്ള പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും, എത്ര ദൈർഘ്യമുള്ളതാണെങ്കിലും, എത്ര പഴകിയതാണെങ്കിലും അത് മാറ്റിത്തരാൻ യേശുവിന് കഴിയും. ചെങ്കടലിലൂടെ ചെങ്കൽപ്പാത ഒരുക്കിയ ദൈവം, മകനെ, പ്രിയമകളെ, നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ആമുഖമായി ഞാൻ പറയുമ്പോൾ നിങ്ങളത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. കർത്താവിൻ്റെ കരം കുറിയിട്ടില്ല, കർത്താവിൻ്റെ ചെവി മന്ദമായിട്ടില്ല. യേശു പ്രവർത്തിക്കും. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. യേശു എന്തും ചെയ്തിടുമേ. ഒരു മനോഹരമായ പാട്ടുണ്ട്, യേശു എന്തും ചെയ്തിടുമേ. യേശു അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ. യേശു അതിശയവാനാണ്. അതേ പ്രിയരെ, യേശു ചെയ്യും. ഇത് വെറും വാക്കുകളല്ല. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഞാൻ മുഴുവൻ നിങ്ങളോട് പറഞ്ഞാൽ വചനം പറയാൻ സമയം കിട്ടുകയില്ല. എൻ്റെ ജീവിതം മുഴുവൻ, ഞാൻ ബാല്യകാലം, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്നായിരിക്കുന്ന സമയം വരെയും തിരിഞ്ഞു നോക്കിയാൽ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവം നടത്തിക്കൊണ്ടുവന്ന വഴികൾ ഇന്നും നടത്തിക്കൊണ്ട് പോകുന്ന വഴികളാണ് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിനായി നിങ്ങളോട് പറയാനുള്ളത്. കർത്താവിന് സ്തോത്രം. നാം ചിന്തിച്ചു, മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ത്? നീ വടിയെടുത്ത് കടൽമേൽ നീട്ടുക, അതിനെ വിഭാഗിക്കുക എന്ന് കൽപ്പിച്ചു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം. ദൈവം പറഞ്ഞത് മോശ അനുസരിച്ചു. അതെ, അനുസരിക്കുമ്പോൾ നമ്മുടെ മേലൊരു കൃപ വ്യാപരിക്കും, അനുസരിക്കുമ്പോൾ ഒരു നന്മ വ്യാപരിക്കും, അനുസരിക്കുമ്പോൾ ഒരു അനുഗ്രഹം വരും. അല്ല, അനുഗ്രഹിക്കുമ്പോൾ അത്ഭുതവും നടക്കും. 21-ാം വാക്യം, മോശ കടൽമേൽ കൈ നീട്ടി. ദൈവം പറഞ്ഞു, നീ കൈ നീട്ടുക. മോശ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിപ്പിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. അത്ഭുതം. ഈ ഭൂമിയിലെ നിസ്സാര മനുഷ്യന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തൊരു വലിയ കടലാണ് ചെങ്കടൽ. പക്ഷേ ആ ചെങ്കടൽ വിഭാഗിക്കുവാൻ തക്കവണ്ണം ദൈവം വലിയൊരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. ഈ കാറ്റടിച്ചപ്പോൾ 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. 2, വർഷങ്ങളായി ഈ കടലിൻ്റെ അടിയിൽ ചെളിയും ചേറും എല്ലാം കിടക്കുന്ന ആ കടലിൻ്റെ അടിഭാഗം അത് നല്ല ടാറിട്ട റോഡ് പോലെ ഉണങ്ങാനിടയായി. ഹല്ലേലൂയ. മകനെ, പ്രിയമകളെ, നിൻ്റെ ജീവിതത്തിലുള്ള പ്രതിസന്ധി ഇത്രയും വലുതാണോ? അല്ലല്ലോ മോനെ. നിൻ്റെ പ്രശ്നം ഒരു അല്പം പൈസയുടെ പ്രശ്നമല്ലേ? നിൻ്റെ ഒരു അല്പം കടത്തിൻ്റെ കാര്യമല്ലേ? നിൻ്റെ ഒരു ചെറിയ രോഗത്തിൻ്റെ പ്രശ്നമല്ലേ? നിനക്കൊരു ഭവനമില്ല എന്നുള്ളൊരു ചെറിയ കാര്യമല്ലേ ഉള്ളൂ? എൻ്റെ പ്രിയമകനെ, പ്രിയമകളെ, അല്ല, കുടുംബത്തിൽ ചില വഴക്കും ഭിന്നതയുമാണെന്നുള്ളതല്ലേ ഉള്ളൂ? പ്രിയമകളെ, നിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമല്ലേ നിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം? മക്കൾ വഴിതെറ്റി പോകുന്നതല്ലേ ഇന്നത്തെ കണ്ണുനീരിൻ്റെ കാര്യം? എന്നാൽ ചെങ്കടൽ വിഭാഗിച്ച ദൈവത്തിന് നിൻ്റെ ഈ പ്രശ്നം, ഈ ചെറിയ പ്രശ്നം മാറ്റിത്തരാൻ കഴിയും. നിങ്ങൾ അങ്ങനെ വിശ്വാസത്തിൽ പറയണം. ഞാനിടയ്ക്ക് പറയാറുണ്ട്, കർത്താവേ, എറിഹോ കോട്ട തകർത്ത ദൈവത്തിന്, ചെങ്കടൽ വിഭാഗിച്ച ദൈവത്തിന്, യോർദാൻ വറ്റിച്ച ദൈവത്തിന്, സൂര്യനെയും ചന്ദ്രനെയും യോശുവയുടെ പ്രാർത്ഥന പ്രകാരം നിർത്തിയ ദൈവത്തിന്, ആകാശ ഗോളങ്ങളെ മെനഞ്ഞ ദൈവത്തിന്, സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളെ നിർമ്മിച്ച ദൈവം, ആ ദൈവം എൻ്റെ അപ്പനാണ്. ആ എൻ്റെ അപ്പന് അസാധ്യമായതൊന്നുമില്ല എന്ന് ഞാൻ രഹസ്യമായി ആരും കേൾക്കാതെ ഞാൻ എൻ്റെ ദൈവത്തോട് പറയാറുണ്ട്. കർത്താവിന് സ്തോത്രം. അപ്പോഴെല്ലാം എനിക്ക് നല്ല ധൈര്യം കിട്ടാറുണ്ട്, നല്ല ബലം കിട്ടാറുണ്ട്, മുന്നോട്ട് പോകാനുള്ളതായ ശക്തി കിട്ടാറുണ്ട്. ഹല്ലേലൂയ. നിങ്ങളും വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവമക്കളുടെ നാവിൽ നിന്ന് വചനം കേൾക്കണം,
ദൈവമക്കളുടെ നാവിൽ നിന്നും, കൃപാവരങ്ങളുള്ള ദൈവമക്കളിൽ നിന്ന് പ്രവചനമോ ദൂതോ അല്ലെങ്കിൽ രോഗസൗഖ്യമോ എല്ലാം പ്രാപിക്കണം. പക്ഷെ നിങ്ങളാരും ദൈവമക്കളുടെ പിന്നാലെ പോകരുത്, ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ പിന്നാലെ പോകരുത്, ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ പിന്നാലെ പോകരുത്. നിങ്ങൾ പോകേണ്ടത് ദൈവത്തിൻ്റെ, യേശുവിൻ്റെ പിന്നാലെയാകണം. യേശുവിൻ്റെ പിന്നാലെ പോകുക, യേശുവിൻ്റെ വചനം കേട്ട് പോകുക, യേശുവിൽ ആശ്രയിച്ചു പോകുക. സർവശക്തനായ ദൈവം. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രവർത്തിക്കുന്നത് അവരല്ല, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. മോശയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ നാം കേട്ടേ, മോശ കടൽമേ കൈനീട്ടി, അപ്പോൾ യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ നിങ്ങൾ ആശ്രയിക്കരുത്. അവർ പ്രാർത്ഥിക്കുമ്പോൾ പോലും പ്രവർത്തിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്, പിൻപറ്റുന്നത് ദൈവത്തെയാണ്. ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടട്ടെ. അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിപ്പിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വെള്ളം ഇടത്തും വലത്തും ഒരു ചിറ പോലെ നിന്നു. ഏത്? ഇസ്രായേൽ മക്കൾ മുകളിലേക്ക് നോക്കുമ്പോൾ എത്രയാ? 1600 അടി പൊക്കത്തിൽ, 1600 അടി പൊക്കത്തിൽ ഇങ്ങനെ വെള്ളം നിൽക്കുക. രണ്ട് സൈഡിൽ വിശാലമായ വഴി, 355 കിലോമീറ്റർ ഇങ്ങനെ കിടക്കുകയാണ്. അതിലൂടെ അവർ നടന്നക്കരെ കടന്നു. കർത്താവിൻ്റെ സ്തോത്രം. മാത്രമല്ല, ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വലിയവനാണ്, നമ്മുടെ ദൈവം സർവശക്തനാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ കണ്ടിട്ട് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ആത്മീയ ജീവിതം വേണ്ടെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ മടുത്തു പോകരുത്. ചില ദൈവമക്കൾക്ക് എങ്ങനെയാണ്? കുറേ നാൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലല്ലോ. കുറേ നാൾ മുമ്പ് ഒരു സഹോദരി എന്നോടും എൻ്റെ ഭാര്യയോടും പറഞ്ഞു, ഞാൻ ഇപ്പോൾ പ്രാർത്ഥന നിർത്തി. ഞാൻ എന്തോരം പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ഭർത്താവിനോ എൻ്റെ മകനോ ഒരു മാറ്റവും ഇല്ല. ഇനിയിപ്പോൾ ദൈവം പ്രവർത്തിക്കട്ടെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രവർത്തിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അതൊരു അവിശ്വാസമാണ്. എൻ്റെ പ്രിയരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നു നാം ചിന്തിക്കരുത്. ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവം ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ലത് ചെയ്യുന്നവനാണ്. നമുക്കറിയില്ല ഏതാണ് നല്ലതെന്ന്. ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികൾ മാറിയാൽ ഒരുപക്ഷെ നാം ദൈവത്തിൽ ഇത്രയും ആശ്രയിക്കില്ല. നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു അഹങ്കാരം വരാം. നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ദൈവം ഒഴിവിട്ട് പോകാം, അറിയില്ല. ദൈവം അറിയുന്നു. അന്ന് നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ആ സമ്പന്നനായ യൗവനക്കാരനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവന് സമ്പത്ത് ദൈവരാജ്യത്തിലേക്ക് പോകാൻ തടസ്സമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ആത്മാവിൻ്റെ കാര്യമാണ് ദൈവം ഒന്നാമത് കാണുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിൽ നാം പ്രാധാന്യം കൊടുക്കണം. ഭൗതികമായിട്ട് എനിക്കത് തന്നില്ല, ഇത് തന്നില്ല, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കിട്ടുകയായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ആകുമായിരുന്നു. ഇതെല്ലാം നമ്മുടെ ബുദ്ധിയാണ്. എനിക്കൊരു വലിയ കാറ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നും ദൈവവേലയ്ക്ക് ഓടിക്കൊണ്ടേനെ. പ്രിയപ്പെട്ടവരെ, നിനക്കുള്ളത് വെച്ച് നീ മോനെ ഇറങ്ങ്, അത് ദൈവം കാണട്ടെ. അല്പത്തിൽ വിശ്വസ്തനെയാണ് ദൈവം അധികാരത്തിന് വിധാനാക്കുന്നത്. നിനക്ക് അല്പം പൈസയുള്ളോ, നീ അത് എങ്ങനെയാണ് ചിലവാക്കുന്നത് ദൈവം കാണട്ടെ. നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്ത് ചിലവഴിക്കുന്നു? എനിക്കില്ല, എനിക്ക് ഇച്ചിരി അല്ലേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, എനിക്ക് 3500 രൂപയാണ് ഞാൻ ആദ്യമായി ജോലി കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത്. കൃപയാൽ അതിനു മുമ്പേ ആ സമയങ്ങളിൽ തന്നെ മാനസാന്തരപ്പെടാൻ എനിക്കിടയായി. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു ഉയർച്ചയോ പറയുകയല്ല. 3500 രൂപ കിട്ടി. അന്ന് എൻ്റെ അറിവ് വെച്ചിട്ട് കുറഞ്ഞത് ടൈത്ത് 10% കർത്താവിന് വിലയ്ക്ക് കൊടുക്കണം. പിന്നീട് എനിക്ക് മനസ്സിലായി 10% ഓഹരി കൊടുക്കണമെന്ന്. സ്തോത്രം. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു, ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ, ആകാശത്തിലെ കിഴിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം പകരുകയില്ലയോ. 3500 രൂപയുടെ 10% 350 രൂപയാണ്. എന്നാൽ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ 3500 രൂപയും ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചു. പിന്നീട് പല മാസങ്ങളിലും 1000 രൂപ മാറ്റിവെച്ചു. പ്രിയപ്പെട്ടവരെ, 10 എന്നാൽ ഇന്ന് ഞാൻ ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം ശമ്പളം വാങ്ങുന്ന ഒരാളാണ്. കർത്താവിൻ്റെ സ്തോത്രം. അതിലും നല്ലൊരു ശതമാനം എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്കും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കുകയാണെന്ന് ഞാൻ ദൈവനാമത്വത്തിനായിട്ട് പറയാം. എനിക്കൊന്നും കുറവ് വന്നില്ല, എൻ്റെ മക്കൾക്ക് കുറവ് വന്നില്ല.
ദൈവത്തിന് സ്തോത്രം. എനിക്കൊന്നും കുറവില്ലാതെ കർത്താവ് കാത്തു. ഞാൻ സ്വന്തമായി ചിലതെല്ലാം വാങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ചില പുതിയതെല്ലാം വാങ്ങിക്കണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവ് ഇപ്പോൾ അത് വേണ്ട, ഇപ്പം അത് വേണ്ട, കർത്താവ് അത്രയും ഉണ്ടെങ്കിൽ കർത്താവിന് വേലയ്ക്ക് ചിലവഴിക്കാമല്ലോ. ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് വേണ്ടി പലതും ചിന്തിക്കുന്ന എൻ്റെ കർത്താവിന് എനിക്ക് അനുഭവമാണ്. എൻ്റെ കാര്യം കർത്താവ് സത്യമായി നോക്കി തരുന്നു. എൻ്റെ മക്കളുടെ കാര്യം നോക്കുന്നു. ഞങ്ങൾക്ക് 3 ആൺമക്കളാണ്. മൂത്തമോൻ ബിടെക് കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവജനെ, ഒരു ഡോക്ടറെ മോന് വിവാഹം കഴിക്കാനിടയായി. അവർ സ്വന്തമായി 2 ക്ലിനിക്കുകൾ നടത്തുന്നു. സ്തോത്രം. രണ്ടാമത്തെ മോൻ MBBS കഴിഞ്ഞു. ഇപ്പോൾ വരുന്നയാഴ്ച MDക്കുള്ള എക്സാമാണ്. ഇളയ മോനും അന്ന് കോവിഡിൻ്റെ സമയത്ത് വലിയ പ്രതിസന്ധികളിലൂടെ പോയപ്പോഴാണ് അവന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എയിംസിൽ അഡ്മിഷൻ കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, അവനും MBBS കഴിഞ്ഞപ്പോൾ MDക്ക് വേണ്ടി അതിൻ്റെ കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തയാഴ്ച പരീക്ഷയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ, കർത്താവിന് വേണ്ടി ചിലവഴിച്ചാൽ ഒന്നും നഷ്ടമല്ല. ഞാനും എൻ്റെ പ്രിയ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് MSc കഴിഞ്ഞതിന് ശേഷം സിന്തൈറ്റ ഇൻഡസ്ട്രീസിൽ അന്ന് 565 രൂപയുടെ മറ്റുമാണ് ആദ്യമായി ശമ്പളം കിട്ടിയത്. സാലി മനസ്സാന്തരപ്പെട്ടയാളായിരുന്നു. സാലി എന്ന് ചിന്തിച്ചു, വീട്ടിൽ മുഴുവൻ പട്ടിണിയാണ്. 3 വർഷമായി വീട് കെട്ടി വെഞ്ഞിട്ടില്ല. വീട്ടിൽ ആവശ്യമുണ്ട്, സത്യം. പക്ഷേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. 556 രൂപയുടെ 10% 56 രൂപയാണ്, ഇല്ലേ? 56 രൂപയാണ്. പക്ഷേ സാലി 100 രൂപ ആദ്യം കർത്താവിൻ്റെ വേലയ്ക്ക് മാറ്റിവെച്ചു. അത് 10% ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങളുടെ വിവാഹം കർത്താവ് ഏറ്റവും ഭംഗിയായി നടത്തി. 100 കണക്കിന് ആളുകൾ വന്നു. സ്തോത്രം. കർത്താവിന് വേണ്ടി ചിലവഴിച്ചാലൊന്നും നഷ്ടമല്ല. കഴിഞ്ഞ 31 വർഷം കഴിഞ്ഞു ഞങ്ങൾ സ്വർഗ്ഗതുല്യമായ ഒരു കുടുംബജീവൻ നയിക്കുന്നു. 32ാമത്തെ വർഷത്തിലേക്കുള്ള പ്രയാണമാണ്. ഒരു മനസ്സോടെ, ഐക്യമായി, സ്നേഹത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ച്, ഒരുമിച്ച് തീരുമാനിച്ച് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കർത്താവ് പ്രസാദിക്കുന്ന പോലെ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരാൾക്കൊരു സഹായം ചെയ്യണമോ, ഒരുമിച്ച് തീരുമാനിക്കും, ഒരുമിച്ച് പ്രാർത്ഥിക്കും, കൈകോർത്ത് പിടിച്ച് അനേകർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ വർഷിപ്പ് ചെയ്യും, ഒരുമിച്ച് കർത്താവിനെ സാക്ഷിക്കും, ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളോട് ഒരുമിച്ച്. എന്തിന്? 87 വയസ്സായുള്ള ഞങ്ങളുടെ പിതാവും 85 വയസ്സുള്ള ഞങ്ങളുടെ മാതാവും ഞങ്ങളോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച്, 3.5 വയസ്സുള്ള തീമോത്തിയും മോനും ഞങ്ങളുടെ കൊച്ചുമോനും, ഞങ്ങൾ 4 തലമുറകൾ ഒരുമിച്ച് കർത്താവിനെ സേവിക്കുന്നു, കർത്താവിനെ സാക്ഷിക്കുന്നു, കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അനുഗ്രഹകരമായൊരു കുടുംബം ഞങ്ങൾക്ക് കർത്താവ് തന്നു. എൻ്റെ പ്രിയരെ, ഞാൻ പറഞ്ഞത്, ജീവനുള്ള ദൈവമുണ്ട്. ദൈവത്തെ മുൻനിർത്തി നാം ജീവിച്ചാൽ ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. ഹല്ലേലൂയ. ബാലസിംഹങ്ങളെ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എൻ്റെ സഹോദരൻ നടത്തുന്ന ഡെൻകെയർ എന്ന സ്ഥാപനത്തിൽ ഏതാണ്ട് 38 വർഷത്തോളം ഞാൻ അതിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ചീഫ് അഡ്വൈസറായിട്ട് ഞാനവിടെ സേവനം അനുഷ്ഠിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാം നടത്തുന്നൊരു ദൈവമുണ്ട്. കുപ്പയിൽ നിർത്തുന്ന ദൈവമുണ്ട്. ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിന് കീഴ്പ്പെടുക, ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വഴികളിലൂടെ പോകുക, സ്വന്തം വഴികളിലൂടെ യാത്ര പറയുക, സ്വന്തം ആത്മീയത്തോട് യാത്ര പറയുക, സ്വന്തം കാര്യത്തോട് യാത്ര പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുക്കുക, തന്നെ താഴ്ത്തുക. മോശ ദൈവം പറഞ്ഞനുസരിച്ചു ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. അങ്ങനെ 600,000 വരുന്ന ജനം വലിയ ചെങ്കടൽ കടന്ന് അക്കരെ എത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ യേശുവിന് കഴിയും. അത് നിങ്ങൾ വിശ്വസിക്ക്. നിങ്ങളുടെ ഹൃദയപ്പലകമേൽ എഴുതിയിട്ട് നിങ്ങൾ ആവർത്തിച്ച് പറ, ചെങ്കടൽ വിഭാഗിച്ച ദൈവത്തിന് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറ്റാൻ കഴിയും, രോഗം മാറ്റാൻ കഴിയും, ഞെരുക്കം മാറ്റാൻ കഴിയും, സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ കഴിയും. നിങ്ങളുടെ ആത്മാവിൽ കെട്ടിയിരിക്കുന്ന ചില ബന്ധനങ്ങൾ അഴിച്ച് നിങ്ങളെ ആത്മാവിൽ പറപ്പിക്കാൻ കർത്താവിന് കഴിയും. വിശ്വസിക്കൂ, ദൈവങ്ങളെ കൊടുക്കൂ. കർത്താവ് നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്ക് യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയും കർത്താവ് കേൾക്കും. അങ്ങനെ യേശുവുമായി വലിയൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ ഇടയാകും. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്നത്. കർത്താവ് നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.